അടക്ക് പിണറായിന്റെ ഇവിടെ നടക്കൂല. ശാലിറ്റച്ചിന്റെ മുഖ്യമന്ത്രി നല്ല തിരുവനന്തപുരം വരെ വോട്ട് വരും. ഞാനും CPM ആണ്. മാറണം. VD സതീശന് കൊടുക്കണം. നാളത്തെ കേരളം ഭരിക്കാനുള്ള രാജാവാ എന്റെ VD സതീശൻ. ഒരു പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല എന്നിട്ട് അടിയുണ്ടാക്കുന്നേ. ഇവർക്ക് ഭരണം കിട്ടിയ കൊലപാതകം നടക്കൂല്ലോ തമ്മില്. ഒരു കുത്തി പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുത്തിപ്പറക്കൽ തന്നെയാണല്ലോ. വേറെന്താ രാഷ്ട്രീയം? UDF MLA ഇവിടെ ജയിക്കണം, പക്ഷേ LDF സർക്കാർ അവിടെ തുടരും എന്നുള്ള തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങളുടെ ആഗ്രഹമാണോ അതോ യാഥാർത്ഥ്യം തുടരും എന്നുള്ളത് ആയതുകൊണ്ടാണോ? യാഥാർത്ഥ്യമാണ് പറയുന്നത്. ആഗ്രഹത്തിന് വേറെ, യാഥാർത്ഥ്യം അത് തന്നെയാണ് പറയുന്നത്. ആഗ്രഹം പോട്ടെ. വിലക്കയറ്റമൊക്കെ ഭയങ്കര കൂടുതലല്ലേ, നമുക്കിപ്പം പഴയ പോലെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. കളരിപ്പായറ്റിൻ്റെയും വടക്കൻ പാട്ടുകളുടെയും കുഞ്ഞാലി മരക്കാർമാരുടെയും പിന്നെ TP ചന്ദ്രശേഖരൻ്റെയും നാട് വടകര നിയോജക മണ്ഡലത്തിലാണ് സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ് എത്തിയിരിക്കുന്നത്. സോഷ്യലിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും വലിയ അടിവേറുള്ള മണ്ണാണ് വടകരയുടേത് എങ്കിലും സമീപകാലത്തെ തെരഞ്ഞെടുപ്പ് ജയങ്ങൾ UDFനൊപ്പമാണ്. 51 വെട്ടുകൾ കൊണ്ട് TP ചന്ദ്രശേഖരൻ്റെ ജീവനറ്റെങ്കിലും കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ നടുക്കുന്ന ഓർമ്മ ഇപ്പോഴും വടകരക്കാരുടെ മനസ്സിനുള്ളിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TPയുടെ ഭാര്യ KK രമയെ 7491 വോട്ടുകൾക്ക് പതിവ് തെറ്റിച്ച് വടകരക്കാർ നിയമസഭയിലേക്ക് അയച്ചത്. 2009 മുതൽ ലോക്സഭയിലേക്കും UDF സ്ഥാനാർത്ഥികളാണ് ജയിക്കുന്നത്. ഇക്കുറി എന്തായിരിക്കും വടകരയിലെ രാഷ്ട്രീയ സാഹചര്യം? KK രമയ്ക്ക് തന്നെ വീണ്ടും വടകര കൈകൊടുക്കുമോ? അതോ അഭിമാന പോരാട്ടത്തിൽ വടകര LDFനൊപ്പം നിൽക്കുമോ? വടകരക്കാരുടെ മനസ്സിലെന്താണ്? നേരെ വോട്ടർമാരോട് ചോദിക്കാം. വടകരയിലെ MLA KK രമയെക്കുറിച്ച് എന്താ അഭിപ്രായം? നല്ല MLA ആണ്. എല്ലാ പ്രവർത്തനങ്ങളിലും നന്നായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വനിതകളൊക്കെ അവരെ സഹായിച്ച് എല്ലാം ചോദിക്കാം. അവർ നല്ല MLA ആണ്. അവർ ഇനിയും ഇവിടെ തന്നെ വനിതകൾക്ക് ഇവിടെ അനുവാദം ഉണ്ടെങ്കിൽ അവരെ തന്നെ നിർത്തണം. അവരെ ഞങ്ങൾ ജയിപ്പിക്കും. ഉറപ്പായിട്ടും തീർച്ചയായും ജയിപ്പിക്കും. അവരല്ലെങ്കിലോ? അവരല്ലെങ്കിൽ ഞങ്ങൾക്ക് ആലോചിക്കണം. ഓക്കെ, ഇനി സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ തന്നെ തുടരണോ? നല്ല ഭരണമാണോ? ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അടക്ക് പിണറായി വിജയന്റെ കളി ഒട്ടും മോശ. ശാലിറ്റച്ചിന്റെ മുഖ്യമന്ത്രി നല്ല തിരുവനന്തപുരം വരെ വോട്ട് വരും. അത് ഒരിക്കൽ ഇതുവരെ അയക്കേണ്ട ഒരു ബോർഡ് ഒക്കെ പറഞ്ഞോ. വടകര എന്നെ പറഞ്ഞ് ടീച്ചറെ മുഖ്യമന്ത്രി തന്നെ വടകര LDF വരും ഉറപ്പാ. ആര്? ടീച്ചർ. പിണറായിന്റെ കളി ഇവിടെ നടക്കൂല. പിണറായി മോശക്കാർ തന്നെയാണ്. നമുക്ക് മോശക്കാരല്ല, മറ്റ് മോശക്കാരായി കഴിഞ്ഞ് പറഞ്ഞാണ്. ടീച്ചറെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വടകരയും LDFനോടൊപ്പം 88 സീറ്റ് LDFന് കിട്ടും. ടീച്ചർ എന്നല്ല ഒരു പിണറായിന്റെ അത് വേണ്ട. രമ നല്ലതാ, എന്ത് കാര്യം പറഞ്ഞാലും എല്ലാം ചെയ്തു തരും. സംസ്ഥാന സർക്കാരോ പിണറായി സർക്കാരോ? പിണറായി സർക്കാർ പോകുന്നല്ലേ അല്ലേ, കുറെ ആയില്ലേ ഭരിക്കുന്നത്. നമുക്കൊന്നും ഒരു കാര്യമില്ല. കൊണ്ട് വളരെ വലിയൊരു കാര്യമൊന്നും കിട്ടിയാൽ തോന്നുന്നില്ല. എന്ന് ഒരു വടകരക്കായിട്ട് എന്താ ചെയ്തത്? അവർ ആരംഭിക്കാറ് മാത്രം സ്വാധീനം എടുക്കാം, എന്തൊക്കെ ചെയ്തിരിക്കുന്നു പറയുന്നത് നമ്മളറിയില്ല. ഞാൻ വടകര ടൗണിൽ നിൽക്കുന്ന ഒരാളാണ്. നമ്മളൊന്നും കണ്ടിക്കില്ല. പിന്നെ ഇവിടെ കുറ്റം പറയാൻ, ഭരണത്തെ കുറ്റം പറയാൻ വേറെ ഒന്നും ഒരു കാരണം കൂടാ, ഒന്നും ചെയ്യുന്ന കണ്ടിക്കില്ല. അത് LDF എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യം ചെയ്യുന്നത് അറിയാം. 18 മാസം മുതൽ 22 മാസം വരെ പെൻഷൻ നിർത്തിയ സർക്കാരാണ് ഉമ്മൻചാണ്ടിയിൽ. ഇപ്പോൾ അത് മാറ്റി 1 മാസത്തെ പോലും പെൻഷൻ ബാക്കിയില്ല. 60 വയസ്സ് കഴിഞ്ഞ് നിസ്സഹായരായി നിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്ന പെൻഷനാണ് അത്. പിന്നെ അതിൻ്റെ പുറമെ കേരളത്തിൽ സാധിക്കൂല എന്നുള്ളത് ഹൈവേ നടന്ന് ഗെയിൽ പൈപ്പ് വന്ന് തിരുവനന്തപുരത്തുള്ള ഷിപ്പിൻ്റെ അത് വന്ന് എന്ത് നമ്മുടെ വരാത്തത്? തുടർഭരണം ഉണ്ടാവോ? തുടർഭരണം വേണമെന്നാ പറയുന്നതുകൊണ്ട് ഇവരെ എന്താ ചെയ്യുന്നുള്ളൂ. മറ്റൊരു കുട്ടിയാടി സ്റ്റേജിൽ കണ്ടില്ലേ, ഒരു സ്റ്റേജിൽ ഒരു പ്രസംഗിക്കാൻ അവസരം കിട്ടാൻ അടി ഉണ്ടാക്കി ഒരിക്കാണോ ഭരണം കൊടുക്കണ്ടേ? ഒരു പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ല എന്നിട്ട് അടിയുണ്ടാക്കുന്നേ. ഇവർക്ക് ഭരണം കിട്ടിയ കൊലപാതകം നടക്കൂല്ലോ തമ്മില്. അത് നടക്കുന്ന കാര്യമല്ലേ? രമേശ് നല്ല MLA ആണ്. നാളെയും വടകര MLA രമേശ് തന്നെയാണ്. അതിലൊരു ഉറപ്പ് തന്നെയാണല്ലോ. ഇടതുപക്ഷത്തോട് താല്പര്യം ഉണ്ടെങ്കിലും KK രമ മത്സരിച്ചാൽ രമയ്ക്ക് വോട്ട് കൊടുക്കും. രമേശ് എന്ന് പറഞ്ഞാല് വേദനിക്കുന്നൊരു സ്ത്രീയാണ്. രമേശ് എന്നുള്ള ആ പെണ്ണ് 5 കൊല്ലം ഭരിച്ചത് MLA എന്ന് പറഞ്ഞാൽ അമ്മക്ക് വേണ്ടിയിട്ട് വളരെ വേണ്ടിയിട്ടാണ് വെച്ചത്. ഷാഫി പറമ്പിലും അങ്ങനെ തന്നെ വെച്ചത്. സർക്കാർ തുടരുമോ മാറോ? മാറണം. ഞാനും CPM ആണ്. മാറണം. VD സതീശന് കൊടുക്കണം. പക്ഷെ താങ്കൾ CPM-കാരനാണ് താനും? തീർച്ചയായും. കാരണം എന്താ അറിയോ, പല CPM-ഉം മുസ്ലിം സമുദായത്തിനെ സംരക്ഷിക്കുന്ന ആളാ. VD സതീശൻ എന്ന് പറഞ്ഞാൽ അതൊരു നേതാവാണ്.
അത് എൻ്റെ മനസ്സിലുള്ള അഹങ്കാരമാണ് വി ഡി സതീശന്. ഈ നേതാവ് നാളത്തെ കേരളം ഭരിക്കാനുള്ള രാജാവാ എൻ്റെ വി ഡി സതീശൻ. അത് ഞാൻ മാർഗിഷ്ടം നോക്കൊന്നുമില്ല. എനിക്ക് അത്രയും അധ്വാനിച്ചിക്ക്. MLA രമായ നല്ലതാ, പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? നല്ല ഉണ്ട്, മാറണ്ട. ഇനി മത്സരിക്കണം. ഇനി മത്സരിക്കണം. ജയിക്കോ മത്സരിച്ചാല്? ജയിക്കും. എന്തുകൊണ്ടാണ്? അത് നല്ലൊരാളായോണ്ട്. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? കേരളത്തിൽ ഭരണം മാറണോ തുടരണോ? നല്ലതാ, മാറണ്ട. അപ്പൊ ഇവിടെ UDF ജയിക്കട്ടെ, അവിടെ LDF തുടരട്ടെ എന്നാണോ? സംസ്ഥാനത്ത് വികസനമൊക്കെ ഉണ്ടെന്നാണോ അഭിപ്രായം? വികസനമുണ്ട്. അപ്പൊ പിണറായി വിജയൻ തന്നെ വീണ്ടും തുടരണം. തുടരണം. അതങ്ങനെ പറയാൻ കാര്യം എന്താ? ഈ പെൻഷനൊക്കെ ഉള്ളതുകൊണ്ടാണോ? പെൻഷൻ ഉണ്ട്, പിന്നെ മോദി പൈസ ഉണ്ട്, എല്ലാം കൊണ്ടു. ഈ ആനുകൂല്യങ്ങളെ കൊണ്ടാണ്. പെൻഷൻ വർദ്ധിച്ചില്ലേ? ഇപ്പോഴത്തെ MLA തന്നെ തുടരണോ മാറണോ? മാറണം, മാറ്റം വേണം, വടകരയ്ക്ക് ഒരു മാറ്റം വേണം, പുരോഗമനം വേണമെന്നൊരു ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ തന്നെ വരണം. MLA പ്രവർത്തനമൊക്കെ MLA പ്രവർത്തനം തീരെ പോക്കാണ്. എന്താണ് വടകരയുടെ നോക്കെങ്കിൽ ഈ പുതിയ പാലം വരുന്നതിന് തന്നെ ഒരു സംഗതി മുണ്ടിക്കില്ല. ഒരു സംഗതി MLA ആയിക്കോട്ടെ MP ആയിക്കോട്ടെ ഇവിടുന്ന് ഒന്നും ഇതാക്കിക്കില്ല. അതൊക്കെ ദേശീയപാതയുടെ പണിയല്ലേ? ദേശീയപാതയുടെ പണി MLA ഇടപെടണമല്ലോ. MLA ഇടപെടാത്ത കാലത്തോളം അങ്ങനെ ഇതാവില്ലല്ലോ. ഇപ്പം ജനങ്ങളെയും കച്ചവടക്കാരും താക്കിയിട്ടാണ് ദേശീയപാതയുടെ വികസനം മുന്നോട്ട് നടക്കുന്നത്. ഇവിടെ എന്തായിരിക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം? അത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കുമോ, അക്രമ രാഷ്ട്രീയമായിരിക്കുമോ, എന്താണ്? TP ചന്ദ്രശേഖരൻ വീണ്ടും ചർച്ചയാവോ? ഒരു ചർച്ചയില്ല. TP ചന്ദ്രശേഖരൻ എത്രയോ വർഷങ്ങളായി കഴിഞ്ഞിട്ട് അതൊന്നും ഒരു ചർച്ചയും വരില്ല. ഇപ്രാവശ്യം ഇടതുപക്ഷ മുന്നണിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും ഇവിടെ വടകര. സംസ്ഥാനത്ത് ഇടതുപക്ഷ മുന്നണി വരും. ഈ ജനങ്ങൾക്ക് നല്ല ഉപകാരം ചെയ്ത് ഇന്ന് ഹോസ്പിറ്റൽ, സ്കൂളുകൾ, പിന്നെ ഹോസ്പിറ്റലിൽ പോയാൽ എല്ലാം മരുന്നുകൾ കിട്ടുന്നുണ്ട്. പിന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം എല്ലാം, പാവങ്ങൾക്ക് പെൻഷൻ, ഇപ്പം സ്ത്രീകൾക്ക് പെൻഷൻ 30 വയസ്സ് കഴിഞ്ഞില്ല 60 വയസ്സ് വരെ 1000 രൂപ ഇപ്പം പെട്ടെന്ന് കൊടുത്തില്ലേ. എന്താണ് ഇല്ലാത്തത്? എന്താണ് മോശം? അതുപോലെ തന്നെ റേഷൻ എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തിരിച്ചടിയാവുന്നൊക്കെ പറയുന്നല്ലോ. തിരിച്ചടിയല്ലോ തന്നെ. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പോൾ അകത്താവും. അത് നിങ്ങൾ കണ്ടോളി. അകത്തായ CPM നേതാവുണ്ടല്ലോ. കോൺഗ്രസ് ഉമ്മൻചാണ്ടിയാണ് ഈ പോറ്റിനെല്ലാം കൊണ്ടുവന്നത്. ഈ സോണിയാഗാന്ധിൻ്റെ അടുത്ത് നമുക്ക് ആർക്കും പോകാൻ പറ്റുമോ? അങ്ങനെ പോറ്റി എങ്ങനെ പോയി സോണിയാഗാന്ധിൻ്റെ അടുത്ത്? ഇതാരാ കൂട്ടിക്കൊണ്ടുപോയത്? അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ KK രമ MLA കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ല വർക്കറാണ്, വികസനം നല്ലുണ്ട്, കുഴപ്പമൊന്നുമില്ല. സംസ്ഥാന സർക്കാർ മാറണോ തുടരണോ? മാറണ്ട, അവരെന്നെ ഭരിക്കട്ടെ, ജനങ്ങൾ കുറച്ചും കൂടി കഷ്ടപ്പെടട്ടെ, അതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രയാസമുണ്ടോ ഈ സർക്കാരിനെ കൊണ്ട്? നമുക്ക് വിലക്കയറ്റമൊക്കെ ഭയങ്കര കൂടുതലല്ലേ, നമുക്കിപ്പം പഴയ പോലെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ, അതന്നെ മെയിൻ പ്രശ്നം. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ, നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ, നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടായിരുന്നു. വടകര മണ്ഡലത്തിൽ എന്തായിരിക്കും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം? അത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കുമോ, അതോ അക്രമ രാഷ്ട്രീയമാണോ? TP ഒരു വിഷയമായിട്ട് വരുമോ ഇനി വീണ്ടും? മാറി മാറി വരുന്ന സ്ഥലമല്ലേ. TP ചന്ദ്രശേഖരൻ ഒരു ഫാക്ടറാണോ ഇനി? അതെ, ഈ പ്രാവശ്യം നടക്കുമെന്ന് അറിയില്ല. ഇതുവരായിരുന്നു. വടകരയിൽ KK രമ തുടരണോ അതോ മാറണോ? തുടരുന്നതിന് കുഴപ്പമില്ല, ഭരണമാറ്റം വേണ്ടെന്ന് പറഞ്ഞു. മാറിയിട്ട് വലിയ ഗുണമൊന്നുമില്ല. പിന്നെ അടിയാർക്കും കോൺഗ്രസ്സുകാർ തമ്മിൽ അടിയുണ്ടാവും. ഇത് പിന്നെ അടിയൊന്നും ഉണ്ടായില്ല, അങ്ങനെ അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. UDF നല്ല ഐക്യത്തിലും ഒറ്റക്കെട്ടാണെങ്കിൽ മാറിക്കോട്ടെ എന്നൊരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇപ്പം ആര് വെച്ചാൽ നമുക്ക് കണക്ക് തന്നെ. ഇപ്പോഴുള്ള MLA തുടരണം. സംസ്ഥാനത്ത് ഭരണം UDFന് മാറണം. വികസനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് വെളിച്ച ഭരണമല്ലേ, യാതൊരു വികസന കാഴ്ചപ്പാടും ഇല്ലാത്ത ഭരണമല്ലേ. ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഉണ്ടെന്ന് പറയുന്നത്, നമുക്കതിനെ അത്ര അറിയില്ല. മാറും. തുടരണം. KK രമ തുടരണം. വികസനമൊക്കെ ഉണ്ടോ? വികസനം ഭരണമാരെ വികസനം ഉണ്ടാവും. അതല്ല, ഇപ്പൊ വടകരയിൽ വികസനം നടക്കുന്നുണ്ടോ? നടക്കണമെങ്കിലും ഭരണം മാറണം. എന്നുവെച്ചാൽ മറ്റേ എല്ലാം ഒരുമിച്ചില്ലല്ലേ, മറ്റേ ഭാഗത്തല്ലേ, അപ്പോൾ പിന്നെ ഒരു പൈസ ഒന്നും കൊടുക്കൂലോ. സംസ്ഥാനത്തിന് UDF വരണമെന്നാ? UDF വരണം. വരൂ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഉണ്ടാവും, 100% ഉണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഉണ്ട്. അക്രമമുണ്ട്, പിന്നെ അഴിമതിയുണ്ട്. ഈ ഭരണം മോശമാണോ? ഭരണം വളരെ മോശം, 90% മോശം. വികസനം നടക്കുന്നില്ല. അഴിമതി ഉള്ളതുകൊണ്ട് MLA മാറണം.
സംസ്ഥാനത്ത് ഭരണം മാറണോ തുടരണോ? തുടരണോ? വികസനമൊക്കെ ഉണ്ടോ? ഓ പെൻഷൻ കിട്ടുന്നോണ്ടാണോ? ഓ ആ വടകര MLA കുറിച്ച് എന്താണ് അഭിപ്രായം? KK രമയെ കുറിച്ച് നല്ല അഭിപ്രായമേ ഉള്ളൂ. ഒരു ദോഷാഭിപ്രായം പറയാനൊന്നുമില്ല. അവർ നല്ല വ്യക്തിത്വം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇലക്ഷനിലും, അതുപോലെ ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങളിലെല്ലാം. വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ സംശയം എന്താ, നന്നായി ശ്രമിക്കുന്നുണ്ട്, നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് വടകരയിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്തായിരിക്കും? അക്രമ രാഷ്ട്രീയമായിരിക്കോ, സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കോ? അത് സംസ്ഥാന സർക്കാർ വിലയിരുത്തൽ തന്നെ, സംശയം വേണ്ട. ഈ TP ചന്ദ്രശേഖരൻ വിഷയം വീണ്ടും വടകരയിൽ ചർച്ചയാവോ? കുറച്ചൊക്കെ ചർച്ചയാവും, സംശയമൊന്നുമില്ല. അത് ഇവിടുത്തെ ജനം മറക്കാനിടയില്ല. ഇല്ല. സംസ്ഥാന സർക്കാരിനെ കുറിച്ചാണ് എന്താണ് അഭിപ്രായം? ഭരണം മാറുമോ തുടരുമോ? എനിക്ക് തോന്നുന്നു സംസ്ഥാനം ഭരണം തുടരും തന്നെയാണ് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് പല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, കാരണങ്ങളൊക്കെ വേറെ പലതും ഉണ്ടാവും. എന്നാലും എൻ്റെ അഭിപ്രായം അത്രയേ ഉള്ളൂ. അതായത് UDF MLA ഇവിടെ ജയിക്കണം, പക്ഷേ LDF സർക്കാർ അവിടെ തുടരണം, തുടരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങളുടെ ആഗ്രഹമാണോ അതോ യാഥാർത്ഥ്യം തുടരും എന്നുള്ളത് ആയതുകൊണ്ടാണോ? യാഥാർത്ഥ്യമാണ് പറയുന്നത്. ആഗ്രഹത്തിന് വേറെ, യാഥാർത്ഥ്യം അത് തന്നെയാണ് പറയുന്നത്. ആഗ്രഹം പോട്ടെ, ആഗ്രഹം പോട്ടെ, എന്നാൽ യാഥാർത്ഥ്യം അത് തന്നെയാണ്. നിഷ്പക്ഷമായി നോക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് LDF വരാൻ ചാൻസ് കാണുന്നത് അത് തന്നെ ശരി, അത് തന്നെയാണ് ശരി. വടകരയിൽ 100% ഇപ്പോഴുള്ള MLA വരാനാണ് സാധ്യത. വളരെ വികസന പ്രവർത്തനത്തിലൊക്കെ വടകര MLAയും MP ഒക്കെ വളരെ സജീവമായിട്ടാണ്. പിന്നെ വടകരയെ സംബന്ധിച്ച് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഒരു തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. കാരണം ഒരു വികസന മുരടിപ്പാണ് വടകരയിലുള്ളത്. അപ്പം മൊത്തത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു സംസ്ഥാന ഭരണം കൊണ്ട് തന്നെ ആളുകൾ മടുത്തിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഒരവസരത്തിൽ വടകര പ്രത്യേകിച്ചും ഭരണം തുടർച്ചയുണ്ടാവും. TP വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ചർച്ചയാവോ? TP വിഷയം ചർച്ചയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യതയില്ല. പക്ഷേ മൊത്തത്തിലുള്ള ജനങ്ങളുടെ ഒരു 10 വർഷത്തെ ഭരണം, ഇടതുപക്ഷത്തിൻ്റെ ഭരണം ജനങ്ങളെ വളരെ രീതിയിൽ വികസന മുരടിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് TP വിഷയം ചർച്ചയാകാൻ സാധ്യതയില്ല. എന്നാൽ ഇപ്പോഴുള്ള MLAയുടെ പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഒരു MLA ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ MLAമാരൊക്കെ ഒരു MLA ആയിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷേ എല്ലാ കാര്യത്തിലും ജനകീയമായ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് ഏതൊരാൾക്കും ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റുന്ന വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു MLA MP ആണ് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? സംസ്ഥാന സർക്കാർ ഒന്നാം പിണറായി സർക്കാർ നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഭരണ തുടർച്ച കിട്ടിയപ്പോഴാണ് പിന്നെ ഫോക്കസ് മാറി, പലവിധ ആരോപണങ്ങൾ വന്നു. പിന്നെ വികസനം എന്നതിൽ മാറി മറ്റു വിഷയങ്ങളിലേക്കായി ഇത്. അപ്പോൾ മൊത്തത്തിൽ ജനങ്ങൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ യുവജനങ്ങളും എല്ലാവരും അവസാന ഘട്ടം ഇലക്ഷൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പെൻഷനായിട്ടും കിറ്റായിട്ടും കൊടുത്തതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം മൊത്തത്തിൽ ഭരണമാറ്റം തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KK രമന തുടരണം. നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? നല്ല പ്രവർത്തനങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം? വികസനമാണോ, സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും പോരായ്മകളും ആണോ, അതോ അക്രമ രാഷ്ട്രീയമാണോ? അക്രമ രാഷ്ട്രീയം സ്വാഭാവികമായിട്ട് വരും. പിന്നെ വികസനങ്ങൾ വരും, വികസന പ്രവർത്തനങ്ങൾ വരും, MLAയുടെ പ്രവർത്തനം വിലയിരുത്തും, അതൊക്കെ ചർച്ചാ വിഷയമായിട്ട് വരും. TP ചന്ദ്രശേഖരൻ അടുത്ത തെരഞ്ഞെടുപ്പിന് പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കുമോ? തീർച്ചയായിട്ടും മത്സരിക്കും, തീർച്ചയായിട്ടും. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഭരണം മാറണോ? സംസ്ഥാന സർക്കാർ മാറണം. എന്തുകൊണ്ടാണ്? ഭരണം പോരാ, അതുകൊണ്ട് തന്നെ. വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാ? വികസനങ്ങളും പ്രവർത്തനവും എല്ലാം പോരാ, മാറണം. അടുത്ത മുഖ്യമന്ത്രി ആരാണ്? VD സതീശൻ. വടകര മണ്ഡലത്തെക്കുറിച്ച് എനിക്കറിയില്ല. കേരളത്തിൽ LDF തുടരണം. കാരണം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടങ്ങളും തുടങ്ങി വെച്ചിട്ടുള്ള വികസനവും പൂർത്തിയാക്കണേ അവർ തന്നെ വരണം. ഒരു കുത്തി പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുത്തിപ്പറക്കൽ തന്നെയാണല്ലോ. വേറെന്താ രാഷ്ട്രീയം? പരസ്പരം കുറ്റപ്പെടുത്തുക. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ മറ്റേ തെറ്റ് ചൂണ്ടിക്കാണി അവരും ചെയ്തില്ല എന്ന് പറയുക, തെറ്റിന് തെറ്റായി കാണാതിരിക്കുക, അവനവൻ്റെ പാർട്ടിയുടെ തെറ്റിന് ന്യായീകരിക്കുക, അതല്ലേ രാഷ്ട്രീയം. സംസ്ഥാനത്തിന് വലിയ ബാധ്യത ഉണ്ടാക്കി വെച്ചു എന്നാണോ? അല്ല, വികസനത്തിന് വേണ്ടി ബാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വികസനവും തുടരണം, ബാധ്യത തീരുകയും വേണം. ബാധ്യത മറ്റൊരു സർക്കാർ തീർത്ത് അവർ വികസനം തുടർന്നാലോ? വിരോധമൊന്നുമില്ല. ഇപ്പോഴുള്ളവർ തന്നെ ബാധ്യതയും വികസനവും തുടരട്ടെ എന്നാണോ? ബാധ്യത തീർത്ത് വികസനം തുടരട്ടെ എന്നാണോ?
അതാവും നന്നാവാൻ തോന്നുന്നു. മതനിരപേക്ഷത ഐക്യത്തോടെ നിലനിർത്തുന്നാൽ മാത്രമേ ഇന്ത്യ നിലനിൽക്കൂ. അതിന് ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ. അതിന് ഇവിടെ ഒരിക്കലും MLA ഇവിടെ മാറിയില്ലെങ്കിൽ ഇവിടുത്തെ വികസനം നടക്കും. ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇവിടെ ഏത് MLA ആയാലും ഒരു വിവേചനവും കാണിക്കാതെ ഇവിടെ വികസനം നടക്കുന്നുണ്ട്. അത് കേരളത്തിൽ മുഴുവൻ നടക്കുന്നുണ്ട്. KK രമ എന്ന് പറയുന്ന MLA കുറിച്ച് എന്താണ് അഭിപ്രായം? MLA ഇപ്പോഴും ആ ഭാഗത്ത് തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. മതേതരത്വം തകർക്കുന്നവരുടെ പക്ഷത്തിനാണ് നിൽക്കുന്നത്. മനസ്സിലല്ലേ? ജമായത്ത് ഇസ്ലാമി, RSS. കാരണം ഒരു 2 വോട്ടിന് വേണ്ടി, 2 സ്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ചെറിയൊരു ഇതിന് വേണ്ടി അങ്ങനെയൊന്നും വിട്ടുകൊടുക്കണം. ഒരു CPM-ന്റെ കൂടെ ആയിരുന്നല്ലോ, അവർ മാറാനുണ്ടായ സാഹചര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? അതല്ലേ മാറിയല്ലോ, നമ്മൾ അതല്ലേ നോക്കുന്നത്. നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ. പക്ഷെ അവർ മാറ്റം കാലത്തിന് മാത്രമാണ്. അവർക്കുണ്ടായ നഷ്ടം എപ്പോഴും അതുപോലെ ഇല്ലേ? ഏത് നഷ്ടമാണ് ഉദ്ദേശിക്കുന്നത്? KK രമയ്ക്കുണ്ടായ നഷ്ടം, ഒരു വലിയ രാഷ്ട്രീയം അവിടെ ഉണ്ടല്ലോ. ഒരിക്കലും ആ നഷ്ടത്തെ നമ്മൾ തിരിച്ചു കാണില്ല. മരണം, കൊലപാതക രാഷ്ട്രീയം, ഇതിനൊന്നും ഒരിക്കലും അംഗീകരിക്കില്ല. സാധാരണ ജനങ്ങൾ അംഗീകരിക്കില്ല. കൊലപാതക രാഷ്ട്രീയത്തിൽ ഒരിക്കലും ന്യായീകരിക്കില്ല. പക്ഷേ അത് ഉണ്ടെന്ന് കരുതി നമ്മളെല്ലാ കാലത്തും അങ്ങനെ അക്രമ രാഷ്ട്രീയത്തിനൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ കാലയളവിൽ 10 വർഷത്തെ കാലയളവ് നോക്കി നോക്ക്. എവിടെയാണ് അക്രമ രാഷ്ട്രീയം പറയുന്നത്? എവിടെയാണ് അക്രമ രാഷ്ട്രീയത്തെ പറ്റി പറയുന്നത്? മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരു എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അതൊക്കെ തന്നെയാണ്. ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ, പുതിയ യുവാക്കൾ മനസ്സിലാക്കുന്നുണ്ട്. മാറ്റം മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭരണത്തിന് വേണ്ടിയോ ഒരു സ്ഥാനത്തിന് വേണ്ടിയോ 2 വോട്ടിന് വേണ്ടിയോ ഒന്നല്ല. നമ്മൾ മതേതരത്വം നിലനിന്നാൽ മാത്രമേ ഇന്ത്യ നിലനിൽക്കൂ. തുടരും. തീർച്ചയായും വികസനം തന്നെ. അതെന്താ ആശുപത്രികൾ നോക്ക്, ഗവൺമെൻറ് സ്കൂളുകൾ നോക്ക് നിങ്ങൾ, നല്ല വികസനമല്ല ഉള്ളത്. സാധാരണക്കാർക്ക് പ്രശ്നമില്ലാണ്ട് ജീവിച്ച് പോകുന്നില്ല. ഇപ്പോൾ വിവാദങ്ങളൊക്കെ തിരിച്ചടിയാവോ? ശബരിമലയുണ്ട്, പയ്യന്നൂരിലെ ഒരു ഫണ്ട് വിഷയമുണ്ട്, അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേട് തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഇതല്ലേ. ഇവിടെ വികസനം നോക്കുകയാണെങ്കിൽ നമ്മൾ മൂന്നാമതും നമ്മൾ തന്നെ വരേണ്ടതാണ്. കേരളം LDF വരേണ്ടതാണ്. ഇതൊക്കെയാണ് വടകരയിലെ വോട്ടർമാർക്ക് പറയാനുള്ളത്. സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ് ഇനി നേരെ കുറ്റ്യാടി മണ്ഡലത്തിലേക്കാണ്. പ്ലീസ് ഫോളോ.